ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നൊരു ചെറിയ കഥ ഞാൻ വായിച്ചത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരനാഥനായ ബാലൻ്റെ കഥ. പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സഹോദരങ്ങൾ ആരുമില്ലാത്ത ഒരനാഥ ബാലൻ, അവൻ തെരുവിൽ ജീവിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ മാതാപിതാക്കളുടെ കരങ്ങൾ പിടിച്ച് സ്കൂളിലേക്ക് കടന്നു പോകുന്ന കുട്ടികൾ തമ്മിൽ സന്തോഷം പങ്കുവച്ച് തെരുവിൽ നടന്നു പോകുന്നതുമൊക്കെ അവൻ്റെ കണ്ണിൽ എപ്പോഴും കാഴ്ചകളായി മറഞ്ഞിരുന്നു. അവൻ്റെ ചെറിയ മനസ്സിൽ അവൻ ആഗ്രഹിച്ചിരുന്നു, എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ ഒരു കാലം വരുമോ. അവൻ കേട്ടിട്ടുണ്ട്, അനേക കുഞ്ഞുമക്കളെ ദത്തെടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വളർന്ന് വലുതായ കഥകളൊക്കെ അവൻ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ അവൻ്റെ പ്രായം അതിക്രമിച്ചതുകൊണ്ട് അവൻ അതിനുള്ള സാധ്യതയും മങ്ങിയിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ അവൻ തെരുവിൽ നടന്ന് ജീവിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇവനെ എപ്പോഴും ശ്രദ്ധിക്കുന്ന സമ്പന്നരായ ഒരു ദമ്പതിമാരുണ്ടായിരുന്നു. ഒരിക്കൽ ഇവനെ അവർ ദത്തെടുത്തപ്പോൾ അവിചാരിതമായി അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സൗഭാഗ്യത്തെ ഓർത്ത് അവൻ ഒത്തിരി നന്ദി പറഞ്ഞ് അവരുടെ കൂടെ കടന്നുപോയി. അവനുണ്ടായിരുന്ന പഴയ ഉടുപ്പുകളും പഴയ നിക്കറുകളും എല്ലാം അവൻ്റെ കയ്യിലെടുത്തു. അവൻ്റെ പഴയ ഷൂവും അവൻ്റെ കളിപ്പാട്ടങ്ങളുമെല്ലാം അവൻ കയ്യിലെടുത്തു. അവരുടെ കൂടെ അവൻ കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ അവന് സ്വന്തമായി ഒരു റൂം കൊടുത്തു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഉടുപ്പുകളും പഴയ നിക്കറുകളും പഴയ കളിപ്പാട്ടങ്ങളുമെല്ലാം അവർ കളഞ്ഞിട്ട് അവനെല്ലാം അവരെ പുതിയത് മേടിച്ചു കൊടുത്തു. അവൻ അങ്ങനെ ആ ഭവനത്തിലെ ഒരംഗമായി തീർന്നു. അവനെ സ്കൂളിൽ ചേർത്തു. അവൻ സമപ്രായക്കാരുടെ കളിക്കുവാനായി തുടങ്ങി. അവൻ്റെ പുതിയ മാതാപിതാക്കളുടെ കരങ്ങൾ പിടിച്ച് സന്തോഷമായി മുന്നോട്ട് ജീവിക്കാനായി തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ പഴയ ഉടുപ്പുകളും പഴയ നിക്കറും കളിപ്പാട്ടങ്ങളുമെല്ലാം അവൻ്റെ മാതാപിതാക്കളെ കളഞ്ഞു എങ്കിലും അവൻ്റെ കീറിയ, അവൻ്റെ കുത്തൽ വീണ, തേഞ്ഞ് തീരാറായ ഷൂ മാത്രം അവർ കളഞ്ഞിരുന്നില്ല. അത് അവൻ്റെ റൂമിൻ്റെ ഒരു കോണിൽ അവർ വെച്ചിരുന്നു. അവനതെന്താണെന്ന് മനസ്സിലായില്ല. അവനതവരോടൊട്ടും ചോദിക്കാനും പോയില്ല. കാലങ്ങൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് കാലത്തിൻ്റെ വീർതികൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവൻ ഏതെങ്കിലും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുമ്പോൾ ആ മാതാപിതാക്കളെ അവനെ കൊണ്ടുപോയി ആ ഷൂവിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറയും, നിനക്കറിയാമോ, നിന്നെ ഞങ്ങൾ എടുക്കുമ്പോൾ നീ ഒന്നുമില്ലാത്തവനായിരുന്നു. നീ വെറും കൈയോടെയാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നത് എന്ന് അവനെ ഓർമ്മപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അപ്പോഴവന് മനസ്സിലായി ഈ ഷൂ എന്തിനാണ് എൻ്റെ റൂമിൽ വെച്ചിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ കഥയാണ് എങ്കിലും ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയേറെ സാമാന്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളോട് ഓരോരുത്തരുടെയും സാമ്യമുള്ള ഒരു കഥയാണ്. പലപ്പോഴും ജീവിത പടികൾ ചവിട്ടിക്കടന്ന് വലിയ വലിയ സ്ഥാനമാനങ്ങളിലും പദവികളിലും സമ്പന്നരുമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചവിട്ടി വന്ന പടികൾ പലപ്പോഴും മറന്നുപോയി നമ്മൾ അഗാധങ്ങളിലേക്ക് വീണു പോകാറുണ്ട് അനേക ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ചവിട്ടിക്കേറിയ പടികൾ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ്. അനേക ജീവിതത്തിൽ അവർ തകർച്ചകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ ചെന്ന് വീഴുന്നതിൻ്റെ പ്രധാന കാരണം വന്ന വഴി പലപ്പോഴും മറന്നു പോകുന്ന എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഒരു കാലങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ നിലവിളിച്ച് ചങ്ക് പൊട്ടി ആരും ആശ്രയമില്ലാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ച് ജീവിച്ച ഒരു കാലം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. അവിടെ നിന്നൊക്കെ കരയേറി നല്ല പദവികളും നല്ല സ്ഥാനമാനങ്ങളും സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നാം അല്ലാതായി മാറുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ പഴയ കാലം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി മാറും. നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്തായിരുന്നു, നമ്മൾ ചവിട്ടിക്കേറിയ പടികൾ എവിടെയായിരുന്നു എന്നൊക്കെ ഓർത്തു നോക്കിയാൽ ഈ ഷൂ മാറ്റിവെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പഴയ കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ വീണു പോകാതെ ഇരിക്കുവാൻ അത് നമുക്ക് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് തന്നെയാണ് 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവേ
കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഷൂവിൻ്റെ കഥ അല്ലെങ്കിൽ ഈ ഒരു അനാഥൻ്റെ കഥ ഒരു കഥയായി നമുക്ക് തോന്നുന്നു എങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ സാമ്യമുള്ള ഒരു കഥയാണ് ഇത്. ചവിട്ടിക്കേറിയ പടികൾ മറക്കാതെ ഇരിക്കുക. ജീവിതം അനുഗ്രഹപ്രദമായി തീരും. അനേകരുടെ വീഴ്ചയ്ക്ക് കാരണം, അവർ പഴയ ഗതിയിലേക്ക് പോകാൻ കാരണം വന്ന വഴി മറന്നുള്ള ജീവിതമാണ്. സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ അവൻ നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മൾ കടന്നു വന്ന വഴികൾ മറക്കാതെ ജീവിച്ചാൽ ഈ ലോക ജീവിതം എന്നത്തെ പോലും അവസാനം വരെ ഒരുപോലെ സന്തോഷമുള്ളതായി തീരുമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.